യേശുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളിൽ ലൂക്കാ സുവിശേഷം 3-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ് നമ്മളുടെ വിചിന്തനത്തിന് ലഭിക്കുന്നത്. യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തോടെ ആരാധനാക്രമത്തിലെ ആണ്ടുവട്ട ഞായറുകൾ ആരംഭിക്കുകയാണ്. ജ്ഞാനസ്നാന തിരുനാളിൽ നൽകപ്പെടുന്ന സുവിശേഷ ഭാഗത്തിന്റെ ആരംഭത്തിൽ യോഹന്നാൻ ക്രിസ്തുവിന്റെ വരവിനെ പ്രഘോഷിക്കുന്നു. ക്രിസ്തുവിന്റെ ആഗമനം കാത്തിരിക്കുന്ന ജനത്തിന്റെ സ്വപ്നത്തിന് അനുക്രമമായി തനിക്ക് ചെയ്യുവാനുള്ളത് എന്താണെന്ന് യോഹന്നാന്റെ പ്രഘോഷണത്തിൽ അടങ്ങിയിട്ടുണ്ട്. ആദ്യമായി ജനം കാത്തിരിക്കുന്ന ക്രിസ്തു താൻ തന്നെയോ എന്ന അവരുടെ സന്ദേഹം അർത്ഥശങ്കയ്ക്ക് ഇടം നൽകാതെ ദൂരീകരിക്കുകയാണ്. തന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ ജനങ്ങളുടെ സംശയം ഇല്ലാതാക്കുന്നത്. രണ്ടാമതായി താൻ നൽകുന്ന സ്നാനവും ക്രിസ്തു നൽകുന്ന സ്നാനവും തമ്മിൽ യോഹന്നാൻ താരതമ്യം ചെയ്യുന്നു. തൻ്റേത് ജലത്താലുള്ള സ്നാനമാണ്, മാനസാന്തരത്തിൻ്റെ സ്നാനം. എന്നാൽ യേശുവിൻ്റേത് പരിശുദ്ധാത്മാവിലും അഗ്നിയാലുമുള്ളതാണ്. യേശു നൽകുന്ന സ്നാനത്തിലെ പരിശുദ്ധാത്മാവും അഗ്നിയും അർത്ഥമാക്കുന്നത് സമൂഹത്തിൽ സംജാതമാകാനിരിക്കുന്ന സവിശേഷമായൊരു നവീകരണവും ശുദ്ധീകരണവുമാണ്. യേശയ്യാ 4:4-5 വരെ ഉദാഹരണമായി കാണുക. മൂന്നാമതായി യേശുവിന് വേണ്ടി ഏറെ ചെറിയ കാര്യം പോലും നിർവഹിക്കാൻ താൻ യോഗ്യനല്ലെന്ന് യോഹന്നാൻ പ്രസ്താവിക്കുന്നു. യഹൂദ പാരമ്പര്യത്തിൽ യജമാനന്റെ ചെരുപ്പിന്റെ വാറ് അഴിക്കുന്നത് അടിമയുടെ ജോലിയാണ്. അതിനു പോലും താൻ യോഗ്യനല്ലെന്ന് പറയുമ്പോൾ യോഹന്നാൻ തൻ്റെ സ്ഥാനം അടിമയുടേതിനേക്കാൾ താഴെയാണെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്രകാരം പ്രസ്തുത പ്രഭാഷണത്തിലൂടെ തൻ്റെ സ്ഥാനവും ദൗത്യവും എന്താണെന്ന് യോഹന്നാൻ വ്യക്തമാക്കുകയാണ്. തുടർന്ന് ലൂക്കാ സുവിശേഷകൻ യേശുവിൻ്റെ ജ്ഞാനസ്നാനം വിവരിക്കുന്നു. മർക്കോസ് രേഖപ്പെടുത്തിയ ജ്ഞാനസ്നാന സംഭവത്തോട് ലൂക്കാ സുവിശേഷകൻ ചില കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്തുന്നുണ്ട് എന്ന് ഒരു താരതമ്യ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലൂക്ക നടത്തുന്ന 2 കൂട്ടിച്ചേർക്കലുകളാണ് വായനക്കാരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്. ഒന്ന്, ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന വേളയിൽ യേശു പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് ലൂക്ക മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. യേശുവിൻ്റെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിലെല്ലാം യേശു പ്രാർത്ഥനയിലായിരുന്നുവെന്ന് സുവിശേഷകൻ പറയാൻ ആഗ്രഹിക്കുന്നു. ജ്ഞാനസ്നാന സമയത്തെന്നതുപോലെ അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിലും പത്രോസ് യേശുവിനെ ക്രിസ്തുവായി പ്രഖ്യാപിക്കുന്ന വേളയിലും യേശുവിൻ്റെ രൂപാന്തരീകരണ സംഭവത്തിലും പീഡാനുഭവ ഘട്ടത്തിലും കുരിശിൽ കിടക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് സുവിശേഷകൻ വായനക്കാരെ പരിചയപ്പെടുത്തുന്നത്. ഏറെ നിർണായകമായ ജ്ഞാനസ്നാന ഘട്ടത്തിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന യേശുവിനെ സുവിശേഷകൻ ചിത്രീകരിക്കുമ്പോൾ യേശു ഒരേ സമയം ദൈവത്തിൻ്റെ പുത്രനും ദൈവത്തിൻ്റെ ദാസനുമായി താദാത്മ്യം പ്രാപിക്കുന്നത് ആന്തരികമായൊരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് സുവിശേഷകൻ പറയാൻ ശ്രമിക്കുന്നു. യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു എന്ന മനോഹരമായ ചിത്രീകരണമാണ് രണ്ടാമത്തെ കൂട്ടിച്ചേർക്കൽ. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരവ് യേശയ്യാ പ്രവാചകൻ മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ. 63-ാം അധ്യായം 14-ാം വാക്യം. അമൂർത്തമായ ആത്മാവിന് രൂപം നൽകാനാണെന്നോണം സുവിശേഷകൻ കണ്ടെത്തുന്ന ഒരു ഉപാധിയാണ് പ്രാവ്. പിൽക്കാലത്ത് ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന കലാസൃഷ്ടികളിൽ ജ്ഞാനസ്നാന വേളയിൽ യേശുവിൻ്റെ മേൽ പറന്നിറങ്ങുന്ന പരിശുദ്ധാത്മാവിനെ പ്രാവിൻ്റെ രൂപത്തിൽ ആലേഖനം ചെയ്ത് കാണുന്നുണ്ട്. പരസ്യ ശുശ്രൂഷയ്ക്കു വേണ്ടി യേശുവിനെ നിയോഗിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നത് അവിടുത്തെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവാണെന്ന്
പ്രസ്തുത കൂട്ടിച്ചേർക്കലിലൂടെ ലൂക്ക പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ടാണ് പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് യേശു പ്രഘോഷിക്കുന്നതായി ലൂക്ക പറയുന്നത്. ഇവിടെ യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ സ്വാധീനം കാണാൻ കഴിയും. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്രകാരം യേശു ആരംഭിക്കാനിരിക്കുന്ന പരസ്യ ശുശ്രൂഷയുടെ അടിസ്ഥാനം യേശുവിനെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണെന്ന് ലൂക്ക യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെ വ്യക്തമാക്കുന്നു. യേശുവിൻ്റെ രക്ഷാകരമായ ദൗത്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണം വിരൽ ചൂണ്ടുന്നത്. പ്രിയമുള്ളവരെ, പിതാവായ ദൈവവുമായുള്ള ഐക്യം എന്ന ഭദ്രമായ അടിസ്ഥാനത്തിലാണ് യേശുവിൻ്റെ ദൗത്യം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ലൂക്ക സുവിശേഷകൻ സ്പഷ്ടമാക്കാനായിട്ട് ശ്രമിക്കുന്നു. പിതാവുമായി പ്രാർത്ഥനാപൂർവ്വം ഒന്നാവുക യേശുവിൻ്റെ പതിവായിരുന്നു. പിതാവ് കാണുന്നത് പോലെ തൻ്റെ ഭാഗധേയവും ജീവിത ദൗത്യവും പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ യേശു കണ്ടു. യേശു സദാസമയവും തൻ്റെ ഹൃദയം പ്രാർത്ഥനാപൂർവം പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിയതുപോലെ നമ്മെ മുഴുവൻ പ്രാർത്ഥനാനിരതമായ ഒരു അവബോധത്തിലേക്ക് തുറക്കണം. എന്നാൽ മാത്രമേ ആ ഉറച്ച ബന്ധത്തിൽ ദൈവിക പദ്ധതി എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.